ഡോക്ടർ, എന്താണ് ഈ അന്യൂറിസം? അന്യൂറിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിസീസാണ്. ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. രക്തക്കുഴലുകൾ വീങ്ങി അത് വികസിച്ച് അത് ഒരു ബബിളായിട്ട് വീർത്ത് വരുന്നതിനെയാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അത് രക്തക്കുഴൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷേ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴൽ ആയിട്ടുള്ള അയോട്ട, പിന്നെ ബ്രെയിനിൻ്റെ അകത്ത് ഇൻട്രാക്രേനിയൽ അന്യൂറിസം എന്ന് പറയും. ഈ രക്തക്കുഴൽ വീങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും. ബ്രെയിനിൻ്റെ അകത്ത് രക്തക്കുഴൽ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞതിന് സബരക്നോയിഡ് ഹെമറേജ് എന്ന് പറയും. സബരക്നോയിഡ് ഹെമറേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് വളരെ സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവും. അതോടുകൂടി തന്നെ വോമിറ്റിങ്, പിന്നെ അൺകോൺഷ്യസ്നസ്. കുറച്ച് പേഷ്യൻസ് അതോടുകൂടി തന്നെ കൊമറ്റോ സ്റ്റേറ്റിലേക്ക് പോകും. അല്ലാത്ത പേഷ്യൻസ് റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടും സിവിയർ ഹെഡേക്ക് ഉണ്ടാവും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചികിത്സ വളരെ അത്യാവശ്യമാണ്. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യിക്കാവുന്ന അസുഖമാണ്. ട്രീറ്റബിൾ കോസ് ഓഫ് ഡിസീസാണ് അന്യൂറിസം. ഇത് ബ്രെയിനിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആവുന്നത്. ബ്രെയിനിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ, ബിക്കോസ് ദാറ്റ് ഓർഗൻ ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു ആക്സസ് ദാറ്റ് ഓർഗൻ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. ഓർഗൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, സ്കൾ എന്ന് പറയുന്ന കാര്യം ഒരു ബോൺ കവറിങ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് അബ്ഡോമനൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ഓപ്പൺ ചെയ്തുകൊണ്ടും അത്ര പ്രശ്നമില്ല. അതേസമയം ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മുള്ളുകമ്പി വേലിയിട്ടേക്കുന്ന പോലെ ആണ് അതിൻ്റെ റിബ്സ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ വേണ്ടിയതാണ്. അപ്പോൾ ആ ഓർഗൻസിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ ഗിവൺ ബൈ നേച്ചർ. ഇത് എത്ര ഡ്യൂറേഷനിലാണ് ഇതിങ്ങനെ പൊട്ടുന്നത്? തുടങ്ങുന്നത് വളരെ ചെറുതായിട്ടാണ്. ഒരു കുരുമുളക് വലിപ്പത്തിലുള്ള ബൾജ് തുടങ്ങി അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പ്രഷറോട് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് കുറേശ്ശെ വലിപ്പം കൂടി വരും. 2 മില്ലിമീറ്റർ തുടങ്ങി, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ തുടങ്ങി, 3, 4, 5, 25 മില്ലിമീറ്റർ കൂടി തന്നെ ജയൻ്റ് അന്യൂറിസം എന്ന് പറയും. അങ്ങനെ അതിന് മുന്നേ തന്നെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിത്തിങ് മോർ ദാൻ 4 മില്ലിമീറ്റർ ടു 6 മില്ലിമീറ്റർ പൊട്ടി വരാനാണ് ചാൻസ് കൂടുതൽ. ചില പേഷ്യൻസ് മാത്രമേ ഉള്ളൂ വളരെ വികസിച്ച് അതുകൊണ്ടുള്ള പ്രഷർ എഫക്റ്റ് കൊണ്ട് മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പൊട്ടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ പുതിയ ആവിർഭാവത്തോടുകൂടി MRI, CT സ്കാൻ മുതലായ ആവിർഭാവത്തോടുകൂടി ചെറിയ സിംറ്റംസിനൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അൺറപ്ചേർഡ് അന്യൂറിസംസ് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെടുക്കുകയാണെങ്കിൽ മിക്കവാറും 90% ഓഫ് ദി അന്യൂറിസംസ് ആർ ഡിറ്റക്റ്റഡ് ആഫ്റ്റർ റപ്ചർ. വേറെ 10% തലവേദനയുള്ള പേഷ്യൻസ്, ചെറിയ തലവേദന, ചെറിയ സിംറ്റംസിനെ CT സ്കാനൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതേസമയം പാശ്ചാത്യ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 80%ഉം അൺറപ്ചേർഡ് അന്യൂറിസംസ് ആണ് കണ്ടുപിടിക്കുന്നത്. 10% ആൾക്കാരേ ഉള്ളൂ റപ്ചേർഡ് ആയിട്ട് വരുന്നത്. അത് ആ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിൻ്റെ അവൈലബിലിറ്റി, പിന്നെ ഡോക്ടേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി ഓഫ് അത് എല്ലാം കൂടി കൊണ്ടാണ് അങ്ങനെ. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? അന്യൂറിസം ബ്രെയിനിൻ്റെ അകത്തുള്ള അന്യൂറിസത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എവിടെയാണ് അന്യൂറിസം ഇരിക്കുന്നത് ആ ഭാഗത്തേക്ക് ബ്ലഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്യൂറിസം പേഷ്യൻറ്റിന് സിവിയർ ഹെഡേക്ക്, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഹെഡേക്ക്. നമുക്ക് എല്ലാവർക്കും ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്, പക്ഷേ അങ്ങനെയല്ല. അന്യൂറിസം റപ്ചറിൻ്റെ ഹെഡേക്ക്, വേസ്റ്റ് ഹെഡേക്ക് ഇൻ ദെയർ ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഹെഡേക്ക്, ഓർ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, അതായത് ഇടി വെട്ടിയ പോലെ ഉള്ള ഒരു ഹെഡേക്ക്, അങ്ങനെയുള്ള ഒരു ഹെഡേക്ക്. അതോടുകൂടി തന്നെ വോമിറ്റിങ്, സിവിയർ വോമിറ്റിങ്, പിന്നെ അൺകോൺഷ്യസ്നസ്. ഇതാണ് അതിൻ്റെ സിംറ്റം.